സൗത്ത് ഇന്ത്യയിൽ NRI വെറ്റിനറി അഡ്മിഷൻ നോക്കി പണി മേടിച്ച സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേരൻസ്, അതാണ് കൃത്യമായിട്ട് പറയേണ്ടത്. 2-3 വർഷം കളഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്. NRI മാത്രമല്ല, മാനേജ്മെന്റ് സീറ്റ് നോക്കി പോയ ആളുകളും ഉണ്ട്. അതെ, ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് വെറ്റിനറി കോളേജിൽ സൗത്ത് ഇന്ത്യയിലില്ല. പിന്നെ എല്ലാ സ്റ്റേറ്റും ഈ പറഞ്ഞ പോലെ NRI സീറ്റ്സ് ഗവൺമെൻറ് കോളേജുകളിൽ കൊടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം ഉണ്ട് ആക്ച്വലി അത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്റ്റേറ്റുകളിലെല്ലാം അവരുടെ എൻട്രൻസിൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ BVSC അഡ്മിഷൻ നടത്തുന്നത്. സോ അത് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം ഇമ്പോസിബിൾ ആണ് ആക്ച്വലി. അതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഒരു മിനിമം ഒരു 3 മുതൽ 4 സ്റ്റുഡൻസ് വരെ നമ്മളെ വിളിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് സീറ്റ് കിട്ടാത്തൊരു ഓപ്ഷൻ. അതെ, അത് പൈസ പോകുന്നു. പിന്നെ എന്ന് വെച്ചാൽ വെറ്റിനറി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അഡ്മിഷൻ്റെ പുറകെ നടന്ന് നമുക്കത് കിട്ടാതായി അടുത്തൊരു നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. മൊത്തത്തിലൊരു ഡിലമേലാവുന്നൊരു അവസ്ഥയാണ്. നോർത്ത് ഇന്ത്യയിലെ നല്ല പ്രീമിയം വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ മിസ് ചെയ്യുന്നു. കാരണം ആ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, NRI കോട്ടയിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ എക്സെപ്റ്റ് പുതുച്ചേരി ഒരിടത്തും അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. പുതുച്ചേരി എടുക്കണമെങ്കിൽ നിങ്ങൾ NRI ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് അവിടെ പഠിച്ച ആളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പേരൻസ് ഡയറക്റ്റ് NRI സ്റ്റുഡൻസ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്രൈവറ്റ് കോളേജുകൾ ഇല്ലാതാനും ഈ പറഞ്ഞ ഗവൺമെൻറ് കോളേജിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ കേരള നേറ്റീവായ സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം നമ്മളിത് പറയാൻ കാര്യം, ബാക്കിയുള്ള എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ആയി കഴിഞ്ഞായിരിക്കും ഇവരിവിടെ പോയി പെട്ട് കഴിഞ്ഞ് നമ്മളെ വിളിക്കുന്നത്. അതെ, ഇവൻ നമ്മൾ പറഞ്ഞാൽ പോലും വേറെ ആരെല്ലാം പറയുന്നത് സൗത്ത് ഇന്ത്യ ആണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഹുക്കായി വെയിറ്റ് ചെയ്തങ്ങ് പോവാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ അറിവിൽ ആരും സൗത്ത് ഇന്ത്യയിൽ NRI അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ പോയിട്ട് അഡ്മിഷൻ കിട്ടാത്തൊരു 20 നമ്പർ കൊടുക്കുക. സോ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഏകദേശം ക്ലിയർ പിക്ചർ കിട്ടും. നിങ്ങളുടെ ഒരു ഇയർ സേവ് ചെയ്യാനും പറ്റും. കാരണം ഇവർക്ക് കൊടുത്ത പേയ്മെൻ്റ് ഇതൊന്നും അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ്സ് ആയിരിക്കും. ഇതിനൊന്നും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. സോ എനിവേ നിങ്ങൾക്ക് ഈവൻ ദോ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇവിടെ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പ്യുവർ NRI ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ +2 ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നോർമൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് ഡിസർവ് ആണ് എല്ലാ കോളേജും. ഈ പറഞ്ഞ പോലെ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് ഡിസർവിലാണ് അവർ കൊടുക്കുന്നത്. കാരണം ഫീസ് ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.